സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 21 മുതൽ 30 വരെയുള്ള തിരുവചന ഭാഗമാണ്. ആ ഭാഗമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ഇതല്പം വ്യാഖ്യാനിക്കാൻ പ്രയാസമുള്ള ഭാഗമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത അതാണ്. സൂക്ഷ്മമായി വായിച്ചില്ലെങ്കിൽ ചില ഭാഗങ്ങൾ നമുക്ക് പിടികിട്ടാതെ പോകും. കാരണം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോയുടെ അത്ഭുതങ്ങളും ഉപമകളും ഒക്കെ ഒഴിവാക്കിയാൽ കൂടുതലും പിന്നീടുള്ള ഭാഗങ്ങളൊക്കെ ഈശോയും നിയമജ്ഞരും ഫരിസേയരും തമ്മിലുള്ള സംവാദങ്ങളും തർക്കങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ അത് യോഹന്നാൻ അവതരിപ്പിക്കുന്നത് പെർഫെക്റ്റ് ലോജിക്കിലാണ്, മനോഹരമായ താർക്കിക ക്രമത്തിലാണ് ഈ ഭാഗം, ഇത്തരം ഭാഗങ്ങൾ യോഹന്നാൻ സുവിശേഷകൻ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂക്ഷ്മമായി നാം വായിച്ചില്ലെങ്കിൽ ഒന്ന് രണ്ട് വാക്യങ്ങളൊക്കെ നാം അതിൽ നിന്ന് വിട്ടുകളഞ്ഞാൽ ആ ഭാഗത്തിൻ്റെ അർത്ഥം തന്നെ നമുക്ക് മനസ്സിലാകാതെ പോകും. ഇപ്പോൾ ഇവിടെ പറയുന്ന ഈ ഭാഗം സംഭവിക്കുന്നത് ജെറുസലേമിൽ ഭണ്ഡാര സ്ഥലത്തിനടുത്ത് വെച്ചാണ്. അവിടെ വെച്ച് ഈശോ പഠിപ്പിക്കുന്ന സമയത്ത് നടക്കുന്ന സംഭവമാണിത്. ഈശോ അവിടെ വെച്ച് ഉച്ചത്തിൽ ഉദ്ഘോഷിക്കുകയാണ്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. പക്ഷേ ആ പ്രസ്താവം ഫരിസേയർക്കും നിയമജ്ഞർക്കും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അവർ ഈശോയുടെ മുമ്പിൽ വന്നിട്ട് ചോദിക്കുന്നു, നീ നിനക്ക് തന്നെ സാക്ഷ്യം നൽകിയ നിന്റെ സാക്ഷി എങ്ങനെ സത്യമാവും? അപ്പോൾ ഈശോ പറഞ്ഞു, ഞാൻ തനിച്ചല്ല സാക്ഷ്യം നൽകുന്നത്, എന്നെ അയച്ചവനും എൻ്റെ കൂടെയുണ്ട്, എൻ്റെ പിതാവും എനിക്ക് സാക്ഷ്യം നൽകുന്നു. രണ്ടുപേരുടെ സാക്ഷി സത്യമാണെന്ന് നിങ്ങളുടെ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് അവരെ കൂടുതൽ പ്രകോപിതരാക്കി. അവർ ചോദിച്ചു, നിന്റെ പിതാവ് എവിടെയാണ്? അപ്പോൾ ഇവരൊരു തരത്തിലും മാനസാന്തരപ്പെടില്ല എന്നറിഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, ഞാൻ പോകുന്നു. അങ്ങനെ ഈശോ അവരുടെ അടുത്ത് നിന്ന് പോകുകയാണ്. ആ പോകുന്ന സമയത്ത് ഈ ഭാഗത്തിന് യോഹന്നാൻ കൊടുക്കുന്ന തലക്കെട്ട് ഇങ്ങനെയാണ്, യഹൂദർക്ക് മുന്നറിയിപ്പ്. ഈശോ പറഞ്ഞു, ഞാൻ പോകുന്നു, എന്നാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ഈശോ അങ്ങനെ പറയാൻ കാരണം ദൈവത്തിൻ്റെ പുത്രനായ ഈശോയെ അവർ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല, അവർ മാനസാന്തരപ്പെടാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. അപ്പോൾ ഈശോ എങ്ങനെ ഞാൻ പോകുന്നു എന്ന് പറയുമ്പോൾ യഹൂദർ ഉടനെ ചോദിക്കുകയാണ്, ഈ ഫരിസേയരും നിയമജ്ഞരും ചോദിക്കുകയാണ്, ഇവനെന്താണ് ആത്മഹത്യ ചെയ്യാൻ പോവുകയാണോ? ആ ഒരു പറച്ചില് ഈശോയ്ക്ക് വളരെയേറെ അങ്ങേയറ്റത്തിലുള്ള വേദന ഉളവാക്കി. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഞാൻ മുകളിൽ നിന്നുള്ളവനാണ്, നിങ്ങളോ താഴെ നിന്നുള്ളവരും. ഇങ്ങനെ ഈ സുവിശേഷ ഭാഗത്തിൻ്റെ ഈ തർക്ക വിതർക്കങ്ങളൊക്കെ മുമ്പോട്ട് പോയി അവസാനിപ്പിച്ചിട്ട്, ഈ തർക്കം അവസാനിപ്പിച്ചിട്ട് ഈശോ പറയുന്നു, ഞാൻ തന്നെയല്ല, എന്നെ അയച്ചവൻ എൻ്റെ കൂടെയുണ്ട്, അവൻ്റെ ഇഷ്ടമാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടാണ് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 21 മുതൽ 30 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ അവസാനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളിതിൻ്റെ പ്രായോഗിക ചിന്തയിലേക്ക് വരുമ്പോൾ നമ്മുടെ മുമ്പിൽ 4 ചോദ്യങ്ങളാണുള്ളത്. ഈശോ പറഞ്ഞ വചനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള 4 ചോദ്യങ്ങൾ. ഈശോ ഇതിനു മുമ്പ് പറയുന്നുണ്ട്, ഞാൻ എവിടെ നിന്ന് വരുന്നു എന്ന് എനിക്കറിയാം, ഞാൻ മുകളിൽ നിന്ന് വരുന്നു. നമ്മുടെ മുമ്പുള്ള ചോദ്യം ഇതാണ്, മുകളിൽ നിന്ന് വന്നവർ എന്ന രീതിയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അഥവാ രണ്ടാമത്തത്, സ്വർഗോന്മുഖമായിട്ടാണോ നാം ജീവിക്കുന്നത്? മൂന്നാമത്തെ ചോദ്യം ഇതാണ്, ഈശോ പറഞ്ഞല്ലോ, എന്നെ അയച്ചവൻ എൻ്റെ കൂടെയുണ്ട്. നമ്മുടെ മുമ്പിലുള്ള പ്രായോഗിക ചോദ്യം ഇതാണ്, ഞാനും ദൈവവും തമ്മിലുള്ള അകലം എത്രയാണ്? നാലാമത്തെ ചോദ്യം ഇതാണ്, ഈശോ തൻ്റെ ദൗത്യത്തെക്കുറിച്ച് പറയുന്നു, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ഞാൻ നിറവേറ്റുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ മുമ്പുള്ള പ്രായോഗിക ചോദ്യം ഇതാണ്. നാലാമത്തത്, എൻ്റെ ദൗത്യത്തെക്കുറിച്ച് എനിക്ക് ശരിയായ ബോധ്യമുണ്ടോ? ഞാൻ ഓർക്കുന്നത് കടമറ്റത്ത് കത്തനാർ എന്ന് പറഞ്ഞ് മുൻകാലങ്ങളിൽ നമ്മുടെ ചാനലുകളിൽ പ്രസിദ്ധമായ സീരിയലാണ്. ആ സീരിയലിൽ കടമറ്റത്ത് കത്തനാർ എല്ലാ ദിവസവും കട്ടിലിൽ എഴുന്നേറ്റിരുന്നിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, പോയതെവിടെ, പോണതെവിടെ, പിതാവ് ഒരുക്കിയ പാത എവിടെ? ഇനി കടമറ്റത്ത് കത്തനാർ എന്ന രീതിയിൽ വലിയ ഭാവുകത്വങ്ങളൊക്കെ നിറഞ്ഞ രീതി മനോഹരമായ ഒരു സിനിമ വരാനായിട്ടും കൂടെ പോവുകയാണ്. ഇപ്പോൾ കടമറ്റത്ത് കത്തനാർ ഈ ചോദ്യം ചോദിച്ചിട്ടാണ് തൻ്റെ ദൗത്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി താഴേക്ക് ഇറങ്ങിപ്പോകുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ കാലഘട്ടം, പ്രിയപ്പെട്ടവരെ, മുകളിൽ നിന്ന് വന്നവരെന്ന നിലയ്ക്കല്ല, താഴെ നിന്നുള്ളവർ എന്ന രീതിയിൽ ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന കാലഘട്ടമാണ്, പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങളെ. പല സിനിമകളുടെയും ടാഗ് ലൈൻ ഇങ്ങനെയാണ്. ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയുടെ ടാഗ് ലൈൻ ഇതാണ്, എ ഡെവിൾസ് ഓൾട്ടർനേറ്റീവ്. അങ്ങനെയായിട്ടാണ് നായകനെ അവതരിപ്പിക്കുന്നത്, ഡെവിൾസ് ഓൾട്ടർനേറ്റീവ്.
വേറൊരു യുവജനങ്ങൾക്കെല്ലാം ഹരമായിട്ടുള്ള ഒരു നായകന്റെ സിനിമയുടെ ടാഗ് ലൈൻ ഇങ്ങനെയായിരുന്നു, കീപ് കാം ആൻഡ് ഫേസ് ദ ഡെവിൾ. ഇപ്പോൾ സൈറ്റാനിക് ആയിട്ടാണ് കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കപ്പെടുന്നത്. ആ ഒരു സംസ്കാരത്തോട് ചേർന്ന് പോകാൻ വെമ്പുന്ന യുവജനങ്ങളെ നമ്മൾ കാണുകയാണ്. തലയിൽ കൊമ്പ് വെച്ചുകൊണ്ട് നൃത്തം ചവിട്ടി പോകാൻ ആഗ്രഹിക്കുന്ന യുവജനങ്ങൾ, വി ആർ ബാഡ് ബോയ്സ് എന്ന് പറയുന്ന ബനിയൻ ഇട്ടിട്ട് പോകുന്ന യുവജനങ്ങൾ. അപ്പോൾ ആ തരത്തിലുള്ള ഒരു സംസ്കാരത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ നമ്മളെല്ലാം പരാജയപ്പെടുന്നുണ്ടോ? സ്വർഗോന്മുഖമായി ജീവിക്കാൻ നമ്മുടെ തലമുറയെ പ്രേരിപ്പിക്കുന്നത് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നുണ്ടോ? നമ്മളും അങ്ങനെ പരാജയപ്പെടുന്നുണ്ടോ? നമ്മൾ മുകളിൽ നിന്നുള്ള മനുഷ്യർ എന്ന നിലയ്ക്കല്ലാതെ നമ്മൾ ജീവിക്കുന്നുണ്ടോ? വിശുദ്ധ 10-ാം പീയൂസ് പാപ്പയാണ് പറയുന്നത്, ഒരുപാട് ലോകം ലൗകികതയിലേക്ക് പോയി കഴിയുമ്പോൾ, ഒരുപാട് തരത്തിലുള്ള നിരീശ്വരവാദ ചിന്തകളൊക്കെ പെരുകുമ്പോൾ, മോഡേണിസത്തെ കുറിച്ചുള്ള ചാക്രിക ലേഖനത്തിൽ വിശുദ്ധ 10-ാം പീയൂസ് പാപ്പ, വിശുദ്ധ കുർബാനയുടെ പാപ്പ എന്നറിയപ്പെടുന്ന 10-ാം പീയൂസ് പാപ്പ പറയുന്നുണ്ട്, നിരീശ്വരവാദങ്ങളും യുക്തിചിന്തകളും ഒക്കെ പെരുകിക്കഴിഞ്ഞാൽ ജീവിതത്തിന്റെ വാല്യൂസ് നഷ്ടപ്പെട്ടു പോകും, സമൂഹം ഡീമോറലൈസ് ചെയ്യപ്പെട്ടു പോകും. അതുകൊണ്ട് നമ്മൾ കാണുകയാണ്, ഒരു ചാനലുകാരൻ വന്നിട്ട് പിള്ളേരോട് ചോദിക്കുകയാണ്, അധ്യാപകർ വന്നാൽ എഴുന്നേറ്റ് നിൽക്കണോ? പിള്ളേരെല്ലാം ഒരുമിച്ച് പറയാണ്, എന്തിന്? അവർ മനുഷ്യരല്ലേ. ഇതാണ് ഡീമോറലൈസ് ചെയ്യുന്നത് നമ്മുടെ വാല്യൂസിനെ. ഒരുപാട് യുക്തിവാദങ്ങളും നിരീശ്വര ചിന്തകളും ഒക്കെ നമ്മുടെ സമൂഹത്തെ, മനുഷ്യ മഹത്വത്തെ തന്നെ ഇല്ലാതാക്കി കളയും. വേറൊരു അവസരത്തിൽ ഒരു കോളേജിലെ ഒരു മീനിയർ സ്റ്റാഫ് പറയുകയാണ്, ഓർഹിയർ ചെയ്ത ഒരു സംഭാഷണം കേൾക്കുകയാണ്. വൈകുന്നേരം കോളേജ് കഴിഞ്ഞിട്ട് ഒരു വിദ്യാർത്ഥികൾ ഇങ്ങനെ താമസിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥി പറഞ്ഞു, എനിക്ക് വീട്ടിൽ പോകണം, പോയില്ലെങ്കിൽ എൻ്റെ പപ്പ എന്നെ തല്ലും. ഉടനെ മറ്റുള്ളവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നിന്റെ കൈ എന്നെ പുളി പറിക്കാൻ പോയിരിക്കുകയാണോ? നോക്കുക, മറ്റൊരു തരത്തിലുള്ള സംസ്കാരത്തിലേക്ക് നയിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. നവമാലിക എന്ന് പറയുന്ന വിശുദ്ധ കൊച്ചുറേസ്യ പുണ്യവതിയുടെ ജീവചരിത്രം വായിച്ചതിൽ ഒരു സംഭവം ഓർക്കുകയാണ്. അവിടെ കൊച്ചുറേസ്യ പുണ്യവതി എഴുതി വയ്ക്കുന്നുണ്ട്, അവളുടെ രാജാവ്, അവളുടെ അപ്പൻ അവളെ ആദ്യം എഴുതി പഠിപ്പിച്ചത് സ്വർഗമെന്ന വാക്കാണത്രേ. അതുകൊണ്ട് അവൾ സ്വർഗസ്ഥയായി. പക്ഷെ നമ്മുടെയൊക്കെ പാഠഭാഗങ്ങളിൽ നമ്മൾ ആദ്യം തറാന്നൊക്കെയാണ് എഴുതുന്നത്. അതുകൊണ്ട് നമ്മുടെ തലമുറ പലപ്പോഴും താഴെ നിന്നുള്ളവർ എന്ന രീതിയിൽ ജീവിച്ചു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷ ഭാഗങ്ങളുടെ എല്ലാം ചിന്തകൾ ഈ തരത്തിലാണ്. നമ്മുടെ പുതുതായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിപ്പിതാവ് പറഞ്ഞ കാര്യം നമ്മുടെ ചിന്തയിലുണ്ടല്ലോ. പിതാവിൻ്റെ അമ്മ 10 മക്കളെ ഒരുമിച്ച് നിർത്തിയിട്ട് മുട്ടുകുത്തി നിർത്തി സന്ധ്യാപ്രാർത്ഥന ചൊല്ലി പഠിപ്പിച്ചിരുന്ന കാര്യങ്ങളൊക്കെ. നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ മുമ്പിലേക്ക്, നമ്മുടെ ദൗത്യത്തെക്കുറിച്ച് ഓർക്കുക. നമ്മുടെ ദൗത്യം ചില സമയത്തൊക്കെ പൊരുത്തപ്പെടാതെ പോകുന്നു, നമ്മുടെ ദൗത്യങ്ങൾ എന്നുള്ളത് ഓർക്കുക. ഒരു കോളേജിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ മാനേജർ പറയുകയാണ്, കൂടുതൽ മക്കളുണ്ടാകുന്നതിനെ കുറിച്ച് പറയുകയാണ്. പക്ഷേ സംഭവിക്കുന്ന ആ കോളേജിൽ തന്നെ ജനസംഖ്യ വിസ്ഫോടനത്തിനെതിരെ ടൗണിലേക്ക് സമരം നടത്തുകയാണ്. നോക്കുക, നമ്മുടെ ദൗത്യം എങ്ങനെയൊക്കെ നമുക്ക് അത് പാലിക്കപ്പെടണം, എവിടെയൊക്കെ പാലിക്കപ്പെടുന്നുണ്ട് ഇല്ല എന്ന് പോലും നമുക്ക് മനസ്സിലാക്കാതെ പോകുന്നു. ഒരേ രീതിയിൽ ചിന്തിക്കാൻ കഴിയാതെ പോകുന്നു. അതെല്ലാം ഈ സുവിശേഷ ഭാഗം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ചിന്തകളാണ് എന്ന് നമുക്ക് ഓർക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.